നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ AUC. ഇലക്ട്രിസിറ്റി ബോർഡിലെ നിരവധി തസ്തികകൾ ഒഴിഞ്ഞു കിടന്നിട്ടും നിയമനം നടത്താതെ ബോർഡ് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. KSEB നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിവർഷം 1,00,000 പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ സർക്കാർ അടിസ്ഥാന വർഗങ്ങളായ താഴേക്കടയിലുള്ള സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന വൈദ്യുതി മേഖല ഉൾപ്പെടെ, അത് KSRTC ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, കേരളത്തിലെ അടിസ്ഥാന മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ നിഷേധിക്കുകയാണ്. ഈ മേഖലകളിൽ നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് കുറെ നാളുകളായിട്ട് തുടങ്ങിയതാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് ഭരിച്ചാലും KSEBയിൽ തസ്തിക വെട്ടിക്കുറയ്ക്കൽ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 2000 വിഷൻ 2000 എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു അവതാരം ഇറങ്ങി. അന്ന് തസ്തികകൾ വെട്ടിക്കുറച്ച് അന്നൊരു സാങ്ഷൻ സ്ട്രെങ്ത് ഫിക്സ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 35,000-അടുത്ത് സാങ്ഷൻ സ്ട്രെങ്ത് ഉണ്ടായി. ഇപ്പോൾ ഇതാ വീണ്ടും രണ്ടാം പ്രാവശ്യവും ഭരണം കിട്ടിയപ്പോൾ അതിന്റെ ഹുങ്ക് തീർക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഇപ്പോൾ KSEBയിലെ തസ്തികകൾ വെട്ടിനിരത്തിക്കൊണ്ട് ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അത് അവിടുത്തെ ചീഫ് എഞ്ചിനീയർ HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അവരാണ് ഇറക്കിയിരിക്കുന്നത്. അവര് ആരോടും ചർച്ച ചെയ്തില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ അംഗീകാരമുള്ള CIT ഉൾപ്പെടെയുള്ള യൂണിയൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. ഇതെല്ലാവരും ചർച്ച ചെയ്ത് എല്ലാവരും അറിഞ്ഞിറക്കിയ ഒരു ഉത്തരവാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇവിടുത്തെ തസ്തികകളെ കുറിച്ച് ഒരു തർക്കമൊക്കെ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ ഇത് സംബന്ധിച്ച് ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. ആ ഹിയറിംഗിൽ ഞങ്ങൾ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പ്രതിനിധീകരിച്ച് ഞാൻ പോയിരുന്നു. മറ്റ് 2 CITയും ATUCയും വന്നിരുന്നു. ഞങ്ങളിവിടെ വാദിച്ചു. മാക്സിമം ആൾ വേണമെന്നുള്ള ആവശ്യപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുജനത്തിന് സേവനം നൽകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാർ വേണം. അങ്ങനെ അവസാനം ഈ 35,000 എന്നുള്ള റെഗുലേറ്ററി കമ്മീഷൻ 30,321 അനുവാദം നൽകി. കമ്മീഷൻ നടത്തുന്ന കാര്യങ്ങളൊക്കെ വേറെ. കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതി വേണ്ടാന്ന് വെച്ചിട്ട് കൂടുന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ബോർഡിന് കോടികളുടെ ബാധ്യത ഉണ്ടാക്കിയവര് ജീവനക്കാരുടെ എണ്ണമാണ് സാമ്പത്തികമായിട്ട് ബോർഡിനെ തകർക്കുന്നതും പറഞ്ഞുകൊണ്ട് എണ്ണമൊക്കെ കുറച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അവര് 30,321 അനുവാദം നൽകി. ഈ കമ്മീഷനിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല. കമ്മീഷനിലെ അവിടുത്തെ സ്റ്റാഫിന്റെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അത് ഞങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പുണ്ട്. കാരണം ഏതാണ്ട് 29 പുതിയ സെക്ഷനിലെ തസ്തികൾക്ക് ഇതുവരെ അനുവാദം നൽകിയിട്ടുമില്ല. അപ്പൊ അവിടെ ആള് വേണ്ടേ? അപ്പോൾ ഇത് പോരാ, 30,321 പോരാ. പക്ഷെ ഞങ്ങളന്ന് വാദിച്ചെങ്കിലും അവർ അതേ അംഗീകരിച്ചുള്ളൂ. അതൊരു ഉത്തരവാണ്. ആ ഉത്തരവായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ആ ഉത്തരവിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് പോരാ എന്നുള്ള നിലപാടാണെങ്കിൽ പോലും അതിൽ നിന്നുകൊണ്ട് അതിനെയും വെട്ടിക്കുറച്ചുകൊണ്ട് ബോർഡ് മാനേജ്മെന്റും ഗവൺമെന്റും പൊക്കോണ്ടിരിക്കുന്ന ഒരു വസ്തുതയിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് എഞ്ചിനീയർ ഇറക്കിയ ഒരു ഉത്തരവാണിത്. അപ്പൊ ഈ ഓർഡറിനകത്ത് ഇത് തുടക്കം എങ്ങനെയാ? ചെയർമാന്റെ എണ്ണം കുറച്ചിട്ടില്ല. സെക്രട്ടറി ആണെ 2 എണ്ണം ഉണ്ട്. കമ്പനി സെക്രട്ടറി ഉണ്ട്, അല്ലാത്ത സെക്രട്ടറി ഉണ്ട്, ചുമ്മാ സെക്രട്ടറി ഉണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഡയറക്ടേഴ്സ് 6 എണ്ണം ഉണ്ട്, എണ്ണമൊന്നും കുറച്ചിട്ടില്ല. ചീഫ് എഞ്ചിനീയർ ഇലക്ട്രിസിറ്റി ജനറൽ 14 പേരുണ്ട്, എണ്ണം കുറച്ചിട്ടില്ല. 14 എണ്ണം ഉണ്ട്. പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നതാണ്. അവരാരും കറണ്ട് അടിച്ച് മരിച്ചാൽ നമ്മളാരും കേട്ടിട്ടില്ല കേട്ടോ. കറണ്ട് പോയാൽ സാധാരണക്കാരന് ഉപഭോക്താവിന് കറണ്ട് പോയാൽ അവിടെ ചെല്ലേണ്ടത് ലൈൻമാനാ. അവരുടെ എണ്ണം കുറച്ച്, ഞാൻ അതിലേക്ക് വരാം. വർക്കറുടെ ഒക്കെ എണ്ണം കുറച്ചു. ഫിനാൻഷ്യൽ അഡ്വൈസർ, ചീഫ് എഞ്ചിനീയർ ഓഡിറ്റർ, കമ്പനി സെക്രട്ടറി എല്ലാം ഒന്നും കുറച്ചിട്ടില്ല. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എണ്ണം ഇതാ 72 എണ്ണം കൂട്ടിയിരിക്കുക. പോസ്റ്റിൽ കയറുന്ന ഡെപ്യൂട്ടി CA മഴയെന്ന് പറഞ്ഞ് 72 പേരെ കൂട്ടിയിരിക്കുക. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും അറിയുന്നില്ല. ഇതെല്ലാം ജീവനക്കാരും ജനങ്ങളും നാട്ടുകാരും ഒക്കെ ഇത് പഠിക്കണം. അതുപോലെ തന്നെ വീണ്ടും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എണ്ണം 42 കൂട്ടിയിരിക്കുക. കൂട്ടുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ താഴേക്കിടയിലുള്ള തസ്തികകൾ കുറച്ചിട്ട് മേലേക്കിടയിലുള്ള മേലാളന്മാരെ കൂട്ടിവെച്ചാൽ ഇവിടെ ജനം വരുമ്പോൾ, ഓഫീസിൽ കയറി അടിക്കാൻ വരുമ്പോൾ സപ്ലൈ ഇന്ററപ്ഷൻ മാറ്റാൻ പറ്റുമോ? സപ്ലൈ റിസ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുടെ എണ്ണം കൂട്ടിയിരിക്കുക. അപ്പൊ അങ്ങനെയാണ് 35,936 എന്നുള്ളത് 30,321 അവർ അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്തടത്ത് കുറച്ചു.
പക്ഷെ കൂട്ടേണ്ടടുത്ത് കൂട്ടണ്ടേ? ഇലക്ട്രിസിറ്റി വർക്കറുടെ എണ്ണം 1893 പേരുടെ എണ്ണമാണ് കുറച്ച്. സാങ്ഷൻ നേരത്തെ കണക്കനുസരിച്ച് 5311. പുതിയതായിട്ട് പറയുന്നത് 3418 മതിയെന്നാണ്. 1893 പേരെ കുറച്ചു. വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. നിലവിൽ വർക്ക് ചെയ്യുന്നത് 3446. ബോർഡിന്റെ സമഗ്രത ഞങ്ങൾ എടുത്തതാണ്. അപ്പൊ 3418 മതി എന്നാ പറയുന്നത്. നിലവിൽ 3446 വർക്ക് ചെയ്യുന്നു എന്ന് അവർ പറയുന്നത്. അപ്പൊ കുറച്ച് കൂടുതലാണെന്നാ പറയുന്നത്. അപ്പൊ ഇനി വർക്കേഴ്സിനെ എടുക്കണ്ടല്ലോ. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ്, കോൺട്രാക്ട് വർക്കേഴ്സ് PSC ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറാൻ 1800 പേര് നിൽപ്പുണ്ട്. അവർക്ക് അർഹതപ്പെട്ടതാണ്, അവർക്ക് ജോലി കിട്ടേണ്ടതാണ്. അവരെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കറുടെ എണ്ണം 1893 കുറച്ചത്. ഇലക്ട്രിസിറ്റി വർക്കർ വേണ്ടേ? അടിസ്ഥാനമായിട്ടുള്ള വർക്ക് നടക്കണ്ടേ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോ ചീഫ് എഞ്ചിനീയറോ ആണോ ഈ പണികൾ ചെയ്യുന്നത്? ലൈൻമാന്റെ എണ്ണം പറയുന്നത് സാങ്ഷൻസ് എന്ത് പഴയ കണക്ക്, പണ്ടൊന്ന് വെട്ടി നിരത്തിയതാ. വെട്ടി നിരത്തിയതിനു ശേഷമുള്ളൊരു കണക്കാ 9635. ഇപ്പം 9167 മതി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 468 പേരുടെ വെട്ടിക്കുറച്ചു. ഇനി അതിലേക്ക് വരാം. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് 7801 പേരാണ്. വേണമെന്ന് പറയുന്നത് ഇവര് തന്നെ പറയുന്നതാ, ഞാനല്ല പറഞ്ഞു, ഇവര് തന്നെ പറഞ്ഞതാ. 9167 വേണമെന്നാണ് അവർ പറയുന്നത്. ഈ ഓർഡർ, ചീഫ് എഞ്ചിനീയർ ഓർഡർ. അപ്പൊ 1366 ലൈൻമാന്റെ പ്ലേസ് ഉണ്ടേ. ഇനി ഈ മെയ് മാസത്തിൽ ഏതാണ്ട് 1099 പേര് റിട്ടയർ ചെയ്യാൻ പോവാ, മൊത്തം എല്ലാ കാറ്റഗറിയും കൂടെ ആയിട്ടാണ്. അതിനകത്തും കുറെ ലൈൻമാൻ വരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലൈൻമാന്റെ ഈ മെയ് മാസം 31-ാം തീയതി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു 1500 പ്ലേസ് ഒഴിവ്. ശരിക്കും ഇവരെന്താണ് ചെയ്യുന്നത്? നിലവിലുള്ള വർക്കേഴ്സ് ഉണ്ട്, ആ കേസ് സുപ്രീം കോടതിയിൽ ഒന്ന് എടുപ്പിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. മനഃപൂർവ്വം എടുപ്പിക്കാത്ത പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വർക്കേഴ്സ് 1500 പേർക്ക് പ്രൊമോഷൻ കൊടുത്താൽ അപ്പൊ വർക്കറുടെ 1500 തസ്തിക ഒഴിവ് വരും. അങ്ങനെ 1500 തസ്തിക ഒഴിവ് വന്നാൽ കോൺട്രാക്ട് വർക്കേഴ്സ് PSC ലിസ്റ്റ് നിൽക്കുന്ന 800 എടുത്താന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പേര് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഈ ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്ന വ്യക്തി ഇറക്കിയ ഈ 30,321 നിന്നാണ്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ റെഗുലേറ്ററി കമ്മീഷൻ അതാണ് അനുവാദം കൊടുത്തത്. അതുകൊണ്ട് അതിൽ നിന്ന് സംസാരിക്കുക. അതിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നു 1366 എന്ന് പറയുന്നത് ഇപ്പം മെയ് മാസം കഴിയുമ്പോൾ 1500 ലൈൻമാന്റെ പ്ലേസ് വരും. വർക്കർമാർക്ക് അത്രയും പേർക്ക് പ്രൊമോഷൻ കൊടുക്കണം. PSC കോൺട്രാക്ടറുള്ള വർക്കേഴ്സിനെ എടുക്കണം. ഇവര് പറഞ്ഞ കണക്കനുസരിച്ചാണ്. അത് വെച്ചൊന്നും സ്ഥാപനം ഓടിക്കാൻ പറ്റൂല. എങ്കിലും അവർ പറഞ്ഞ കണക്കിൽ നിന്നുകൊണ്ട് പറയും. പിന്നീട് വരുന്ന വർക്കറുടെ ഒഴിവുകളിലേക്ക് എംപ്ലോയ്മെന്റിൽ നിന്നും എടുക്കണം. ഈ കോൺട്രാക്ട് വർക്കേഴ്സിനെ നിയമിച്ചതിന് ശേഷം പിന്നെ ഒഴിവ് വരും. അവിടെ ബന്ധുക്കളെ എടുക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ ലൈൻമാനായിട്ട് നേരിട്ട് 65 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നു. 56 വയസ്സ് റിട്ടയർ ചെയ്ത ആൾ 65 വയസ്സുകാരൻ അപ്ലൈ ചെയ്താൽ 9 വർഷമായിട്ട് ഈ പണി നിർത്തിയ ആളാണ്. അതുപോലെ 86-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യുമ്പോൾ ഓവർസറായിട്ട് റിട്ടയർ പോസ്റ്റ് കയറ്റം നിർത്തിയ ആളുക 3-4 വർഷം മുമ്പേ. അവരെ വിളിച്ച് പോസ്റ്റ് കയറ്റി ജോലി ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഏത് ബുദ്ധിമാൻ കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാന് ഇതൊക്കെ പുതിയ ചെയർമാനെ സമർപ്പിക്കുക. അദ്ദേഹം പഠിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാം, ഞങ്ങൾ സഹകരിക്കും. എന്നാൽ അപ്പം 30,321 റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചെങ്കിൽ 28,112 പേരെ ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറയുകയല്ല. ബോർഡിന്റെ കണക്കിലുള്ളതാണ് HRS സമഗ്രം. അപ്പൊ 2,209 പേരുടെ കുറവുണ്ട്. 1099 പേര് ഈ മാസം റിട്ടയർ ചെയ്യുന്നു. അപ്പൊ 13,400 പേരുടെ ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകൾ നികത്തുന്നതിന് ഒരു പ്രപ്പോസലും പറയാതെ ഞങ്ങൾ അങ്ങ് വെട്ടി നിരത്തുമെന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കി അംഗീകരിക്കാൻ പറ്റുമോ? അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ 3 എണ്ണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ സീനിയർ അസിസ്റ്റന്റുമാരുടെ 1826 അറ്റം അവർ പറയുന്നു. 1054 തസ്തിക ഇല്ലാതാക്കി. ഇപ്പൊ വർക്ക് ചെയ്യുന്ന 1155 അവർ തന്നെ പറയുന്നു ഈ ഉത്തരവിൽ. അപ്പൊ ബാക്കി 671 പേര് ഒഴിവില്ലേ? ഇവരുടെ കണക്കാണ്, ഞാൻ പറഞ്ഞ കണക്കല്ല. നാളെ മറ്റാരും മറിച്ചു പറയരുത് ഞാൻ 671 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 671 ബോർഡ് പറഞ്ഞിരിക്കുന്ന, ബോർഡിലെ ബുദ്ധിജീവികൾ പറഞ്ഞിരിക്കുന്ന ആ 671 എങ്ങനെ ജോലി ചെയ്യുമെന്ന് പറയുന്നില്ല. നാട്ടിൽ ടെസ്റ്റ് എഴുതി ഡിഗ്രി പാസ്സായ പിള്ളേർക്ക് ജോലി കൊടുക്കണ്ടേ? ഇപ്പൊ ബോർഡിൽ തന്നെ ലൈൻമാനായിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ നിലവിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കിയല്ലേ, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണ്ടേ? പുറത്ത് നിൽക്കുന്നവർക്ക് ഇനിയും CA റെഗുലേഷൻ അനുസരിച്ച് ഇനി ഒരു നിയമനം നടക്കാണ്. സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ അനുസരിച്ച് നിയമനം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് വർക്കേഴ്സിനെ വർക്കേഴ്സിനായിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷനായിട്ട് ഒരു ബന്ധവും ഇല്ല.
വർക്കർക്ക് SLC തോറ്റവരെ എടുക്കുന്നതിന് യാതൊരു തർക്കവുമില്ല. ടെക്നീഷ്യൻ, അതായത് ലൈൻമാന്റെ പോസ്റ്റ് വരുമ്പോൾ അവർക്ക് IT വേണമെന്നേ ഉള്ളൂ. നാട്ടിൽ IT പാസ്സായവരില്ലേ? സാധാരണക്കാരന്റെ മക്കൾ, പാവപ്പെട്ടവന്റെ മക്കളൊക്കെ IT പാസ്സായവരും ഡിപ്ലോമക്കാരും ഒക്കെയാണ്. എല്ലാവർക്കും ബ്രില്യൻസ് പോലുള്ള സെന്ററുകളിൽ കോച്ചിങ്ങിന് അഡ്മിഷൻ കിട്ടത്തില്ല. കോച്ചിങ് പോയി പാസ്സായി, ടെസ്റ്റ് എഴുതി, അവര് പരീക്ഷ പാസ്സായി, BTech MTech എടുത്തവരല്ല. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ IT എടുത്തവരും ഡിപ്ലോമ എടുത്തവരും ഡിഗ്രി സാധാരണ ഡിഗ്രി എടുത്തവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ജോലിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാപനമാണിത്. ബോർഡിലെ ഡയറക്ടർമാരെ ചോദിക്കുക, നിങ്ങൾ ബോർഡിൽ സർവീസിൽ വരുമ്പോൾ, അന്ന് നിങ്ങൾ AE ആയിട്ട് വരുമ്പോൾ അന്നത്തെ മന്ത്രിയോ അന്നത്തെ ചെയർമാനോ അന്നത്തെ ഡയറക്ടേഴ്സോ പറയാണ് ഇവിടെ AE ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഡയറക്ടർ ആവുമോ? പോയി അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ സ്ഥാപനം ഓടിക്കണമെങ്കിൽ ആള് വേണം. ഇതിപ്പോ ഇവിടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ബന്ധു നിയമനം നടത്താനാണ്. കുറെ ആൾക്കാരെ, ഇഷ്ടക്കാരെ നിയമിച്ചിട്ട് അവരെ പിന്നീട് റെഗുലറൈസ് ചെയ്ത് വേറെ ഏർപ്പാടുകൾക്കാണ്. അത് അനുവദിക്കില്ല. അത് ഏതറ്റം വരെയും ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. 1991 36 ലക്ഷം ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ 30,000 ജീവനക്കാരുണ്ടായിരുന്ന KSEBയിൽ ഇപ്പോൾ 1,37,00,000 ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ ഇപ്പൊ ഇവരുടെ മൊത്തം ഓഫീസർമാർ ഉൾപ്പെടെ 28,000, ജീവനക്കാർ വരുമ്പോൾ 23,000 ഉള്ളൂ. ഇത്രയും ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനം അവര് രാത്രിയും പകലും ഇല്ലാതെ, ഒരു ജീവനക്കാരൻ ഒരു ദിവസം 2 വെച്ച് ജോലി ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് കയറുന്ന ആള് 12 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. കഴിഞ്ഞ ദിവസവും പീരുമേട് ഒരാള് ഷോക്കേറ്റ് മരിച്ചു. രാത്രിയിൽ ആൾക്കാരെ ഒന്ന് വിളിക്കും, പോവും, ചെയ്യും. ആൾക്കാർ പറയുമ്പോൾ ചെയ്യും. ജനസേവനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. സ്വന്തം കുടുംബത്തിലുള്ളവർക്കാണ് ആളില്ലാതാകുന്നത്. അപ്പൊ ആളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ജീവനക്കാർക്കുണ്ട്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഗവൺമെന്റിനോടും മന്ത്രിയോടും ഇന്നിപ്പോ ചാർജ് എടുക്കാൻ പോകുന്ന ചെയർമാനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിലവിലുള്ള വർക്കേഴ്സിന് മുഴുവൻ പ്രൊമോഷൻ കൊടുക്കുക ഒഴിവുകൾ അനുസരിച്ച്. അപ്പോൾ വർക്കറുടെ ഒഴിവ് വരുമ്പോൾ കോൺട്രാക്ട് വർക്കർ ലിസ്റ്റിൽ കിടക്കുന്ന വർക്കേഴ്സിനെ വർക്കറായിട്ട് നിയമിക്കുക. ബാക്കി തസ്തികകൾ ഏതൊക്കെ ഇതിൽ ഒഴിവ് വരുന്നോ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യുക. PSCയിൽ നിന്നും നിയമനത്തിന് താമസം വരുന്നതുവരെ തൽക്കാലം എംപ്ലോയ്മെന്റിൽ നിയമിക്കുക. അതല്ലാതെ 750 രൂപ കൊടുത്ത് തൊഴിൽ ചൂഷണം ചെയ്യാനുള്ളതല്ല ഈ സ്ഥാപനം. കറണ്ട് ചാർജ് സർക്കാർ വന്നേ പിന്നെ 2 പ്രാവശ്യം കൂട്ടിയല്ലോ. കുറഞ്ഞ അളവുള്ള വൈദ്യുതി വേണ്ടാന്ന് വെച്ച് കൂടിയത് മേടിച്ചല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ നഷ്ടമൊക്കെ വരുത്തുന്നുണ്ട്. ജീവനക്കാരെ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ചെയർമാനോടായിട്ട് ഇത് സമർപ്പിക്കുകയാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് ഇവരുടെ റിപ്പോർട്ടും, പുതിയ ആൾ വരുന്നതേ ഉള്ളൂ, എല്ലാം പഠിച്ചിട്ട് താഴേക്കിടയിലാണ് ആവശ്യക്കാർ വേണ്ടത്. 14 ചീഫ് എഞ്ചിനീയർ ഇരുന്നാലും താഴെ ലൈൻമാൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് നിയമനങ്ങൾ നടത്തണം, പ്രൊമോഷനുകൾ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബോർഡിന്റെ കണക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നതല്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഇത് പോരെ. ഇത് കൂടുതൽ 14,000 ആൾക്കാരെ കൂടി ഈ സ്ഥാപനത്തിൽ എടുക്കണം. പുറത്ത് ജോലി ഇല്ലാതെ നിൽക്കുന്ന പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ആവശ്യപ്പെട്ടത് ബോർഡ് ഇറക്കിയ, ചീഫ് എഞ്ചിനീയർ ഇറക്കിയ ഈ ഉത്തരവിനകത്ത് നിന്നാൽ പോലും നിരവധി നിയമനങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കും. അത് നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.